പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ നാലാമത്തെ ടൈപ്പ് സെൻറ്റൻസുകളെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അതിൽ അല്പം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി പഠിക്കാനുണ്ട്. ചില സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് ഈ നാലാം ടൈപ്പ് വാചകങ്ങളുടെ പൊതു സ്വഭാവം. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഘടന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് ബോർഡിലൊന്ന് എഴുതാം. നമുക്കറിയാം ഇതിൻ്റെ ഘടന എന്താണെന്നില്ലേ. നിങ്ങൾക്ക് ഏകദേശം ഘടന നിങ്ങൾക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സിലായിട്ട് എടുത്ത കാരണം ഘടന നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും ഘടന? ഒരു സബ്ജക്റ്റായിട്ട് വിഷയത്തെ സൂചിപ്പിക്കുക ഒരു നൗണോ അതിന് നൗണ് തുല്യമായ ഫ്രേസോ ആണ് വരിക ആദ്യം. പിന്നെ വെർബായിട്ട് ബി വരും, അല്ലെങ്കിൽ ഈക്വാലൻ്റ് ആയിട്ടുള്ള ഒരു വെർബ് വരും. അതായത് നമുക്കറിയാവുന്ന കുറച്ച് എഴുതിയിട്ടുണ്ട്, ഫീല്, കീപ്പ്, അങ്ങനത്തെ അല്ലെങ്കിൽ സീം, ഇതൊക്കെയാണ് അതിന് തുല്യമായിട്ടുള്ള. അത് ഏതെങ്കിലും ഒന്നും വരിക. പിന്നെ വരുന്നത് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് ഒരു വിശദീകരണമായിട്ട് അല്ലേ. എന്തായിരിക്കും വരിക? ഒരു നൗണോ അല്ലെങ്കിൽ നൗണ് തുല്യമായ ഫ്രേസോ വരാം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവോ അഡ്ജക്റ്റീവിന് തുല്യമായ ഫ്രേസോ വരാം. ഇതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമുക്ക് വരാവുന്ന ഒരു സംശയമാണ് അഡ്വർബ് വരൂ എന്നുള്ളതാണ്. അഡ്വർബ് ഓർഡിനറി ആയിട്ടുള്ള അഡ്വർബുകൾ, അതായത് നമ്മൾ നീറ്റ്ലി, ഫ്ലുവൻ്റ്ലി, ക്ലിയർലി, സ്ലോലി, മെലോഡിയസ്ലി എന്നൊന്നും വരില്ല. ഉദാഹരണം വെച്ചാൽ അവൻ്റെ സംഭാഷണം, അതായത് സ്പീച്ച് വളരെ സാവധാനത്തിലുള്ളതാകുന്നു. അവൻ്റെ സംഭാഷണം വളരെ സാവധാനത്തിലുള്ളതാകുന്ന കറക്റ്റ്. നമ്മളൊന്ന് ചുരുക്കി ഇങ്ങനെ പറയും, അവൻ്റെ സംഭാഷണം സാവധാനത്തിലാണ്. എന്തായാലും എന്തായിരിക്കും എൻ്റെ ഘടന? അവൻ്റെ സംഭാഷണം ആദ്യം വരും, അല്ല വിഷയം അതാണ്. പിന്നെ വിശദീകരണം ആണെന്നുള്ളത്. അപ്പോൾ ഹിസ് സ്പീച്ച് ഈസ്. പിന്നെ സാവധാനത്തിലുള്ള എന്നുള്ളതാണോ ശരി? സാവധാനത്തിൽ എന്നാണോ വെച്ചാൽ മലയാളത്തിൽ രണ്ടും ഉപയോഗിക്കും. പക്ഷേ ഇംഗ്ലീഷിൽ സാവധാന ഇതില്ല, ഇത് ക്രിയാവിശേഷനാണ്. സ്ലോലി, അതായത് അഡ്വർബാണ്. അത് വരൂ ചോദിച്ചാൽ ഇല്ല, അതൊരിക്കലും വരില്ല. ഓർഡിനറി അഡ്വർബ്സ് ഇത് തെറ്റാണ്. മനസ്സിലായോ? ഇത് തെറ്റാണ്. ഇതാണ് ഉപയോഗിക്കാൻ സ്ലോ. കാരണം ഇത്രയുള്ളൂ അതിൻ്റെ സിമ്പിൾ എന്ന് വെച്ചാൽ ഇത് ഒരു നൗണാണ്. വിശദീകരണം ഒരിക്കലും ക്രിയയുടെ വിശേഷണ ക്രിയാവശനം ഇതിൻ്റെ വിശദീകരണം ആയതുകൊണ്ടാണ് അതങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഓർഡിനറി അഡ്വർബ്സ് സാധാരണ ഇതിൽ വെക്കാറില്ല. അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കഴിച്ചിട്ട് ഒരിക്കലും എന്ത് വരില്ല? അഡ്വർബ് ക്രിയാവിശേഷം വരില്ല. അതിന് പകരം ഇത് ഇങ്ങനത്തെ ഇതാണ് വരിക, അതായത് അഡ്ജക്റ്റീവാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത് വരില്ല. അഡ്വർബ് സാധാരണ അഡ്വർബ് വരില്ല. അതായത് പിന്നെന്താ വെച്ചാൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രിപ്പോസിഷണൽ ഫ്രേസ് രണ്ടായിട്ട് കണക്കാക്കാവുന്നതാണ് നമ്മൾ പഠിച്ചില്ല അല്ലേ. അത് വേണമെങ്കിൽ അഡ്വർബായിട്ട് ഉപയോഗിക്കുക, അഡ്ജക്റ്റീവായിട്ട്. രണ്ടിനും ഒരേ ഫോമാണ് ഇംഗ്ലീഷിലുള്ളത്. അതുകൊണ്ട് അത് വരും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് കണ്ടു അല്ല, ഇതിൻ്റെ പ്രിപ്പോസിഷണൽ ഫ്രേസ് വരുന്നത് നോക്കാം. അത് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് കേട്ടോ, നമുക്ക് അതിൻ്റെ സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഇനി നമുക്ക് മറ്റൊരു വാചകം നോക്കാം. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ കൃഷിക്കാർ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഇത് ഏത് ടൈപ്പ് വാചകം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും? മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചുറപ്പിച്ചെന്നെ പറയാം. ഫസ്റ്റ് ടൈപ്പ് എന്നായിരിക്കുന്നുണ്ട് ഉത്തരം അല്ലേ. എന്താ കാരണം? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒരു അഡ്വർബ് ഉണ്ട് അല്ല. അത് ഫ്രേസാണെന്ന് മാത്രം. അത് നിങ്ങൾക്ക് എഴുതാൻ അറിയാം ഇതേ അല്ലേ. ഫസ്റ്റിൽ ഇതിൻ്റെ തർജ്ജമ, ഇതിൻ്റെ തർജ്ജമ, ഇതിൻ്റെ തർജ്ജമ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ എഴുതുന്ന ദി ഫാർമേഴ്സ് കം ഫ്രം വില്ലേജ് അല്ലേ. ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്, പിന്നെ അഡ്വർബ്. അതാണ് നമുക്കറിയാം. അതുകൊണ്ട് സിമ്പിൾ ഇംഗ്ലീഷ്. ഇതിനിപ്പോൾ സിമ്പിളായി കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതിലുള്ളത് വെർബ്, ഇത് പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. ഇത് ഫസ്റ്റ് ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഞാൻ നിങ്ങളൊരു ചെറിയ ചോദ്യം ചോദിക്കുക. ഇതിനെ നമുക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് ഫോർത്ത് ടൈപ്പ് സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ കഴിയുമോ എന്ന് വെച്ചാൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നർത്ഥം വരുന്ന വിവരണക്രിയയുള്ള ഡിസ്ക്രിപ്റ്റീവ് വെർബ് ഓർ ലിങ്കിങ് വെർബ് ഉള്ള ഫോർത്ത് ടൈപ്പ് സെൻറ്റൻസ് ആക്കി നിങ്ങൾക്ക് മാറ്റി എഴുതാൻ കഴിയുമോ എന്നാണ്.
കഴിയും എന്നാണ് എന്നെ വിശ്വസിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കഴിയും. അത് 2 തരത്തിൽ എഴുതാം. എങ്ങനെയൊക്കെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ബോർഡിൽ എഴുതാം. എന്താ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? എനിക്ക് കിട്ടിയ ഉത്തരത്തെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? ആ കൃഷിക്കാർ ഗ്രാമത്തിൽ നിന്ന് ആണ്. അങ്ങനെ എഴുതിയാൽ എന്ത് തന്നെയാണ്? ആ കൃഷിക്കാർ ഗ്രാമത്തിൽ വരുന്നു എന്ന അർത്ഥമല്ലേ? ആ കൃഷിക്കാർ ഗ്രാമത്തിൽ നിന്നുള്ളവർ ആണ് എന്ന് എഴുതിയാൽ എന്താ? അതും ഇതേ അർത്ഥം തന്നെയല്ലേ? ആ ഗ്രാമത്തിൽ വരുന്നവരാണ് എന്നുള്ള അർത്ഥമല്ലേ? അപ്പോൾ ഈ വാചകത്തെ ഇങ്ങനെ 2 തരത്തിൽ എഴുതാം. ഇനി നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇത് വിശകലനം ചെയ്യാൻ ആ കൃഷിക്കാരെ നമുക്ക് സബ്ജക്റ്റാണ് NP ആണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ ആണെന്നുള്ളത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം ഗ്രാമത്തിൽ നിന്ന്. നേരത്തെ കണ്ടത് ഗ്രാമത്തിൽ നിന്നുള്ള അഡ്വർബാന്ന് നമുക്ക് പ്രൊപ്പോർഷൻ അഡ്വർബാണ് എവിടെ നിന്ന് വരുന്നു? ആ ചോദ്യത്തിന് ഉത്തരമാണ് അഡ്വർബാന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ വന്നില്ല എന്താണ്? അങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് അഡ്വർബായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പം അങ്ങനെ എഴുതാറുണ്ട് മലയാളത്തിൽ. ഇങ്ങനെ വാചകങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? ആ കൃഷിക്കാർ ഗ്രാമത്തിൽ നിന്നാണ് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ആ കൃഷിക്കാർ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഇതിലെന്നുവെച്ചാൽ ഇത് വേണമെങ്കിൽ ഇത് രണ്ടും ശരിയാണ്. അഡ്ജക്റ്റീവ് ആയാലും ശരിയാണ്, അഡ്വർബ് ഇത് അതിൽ അഡ്ജക്റ്റീവാണ്, ഇതിൽ അഡ്വർബാണ്. ഇത് ഒരേ മീനിങ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ രണ്ടുമായിട്ടുള്ള ശരിയായി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ തർജ്ജമയായിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ വാചകം തർജ്ജമ എന്താ കിട്ടുക? നിങ്ങൾക്ക് അറിയാവുന്നൊന്നും പറയാം അല്ലേ? കൃഷിക്കാർ തർജ്ജമ ദ ഫാർമേഴ്സ്, പിന്നെ ദ ഫാർമേഴ്സ് ആർ ഗ്രാമത്തിൽ നിന്ന്. നമുക്കറിയാം അതിൻ്റെ ഇംഗ്ലീഷ് അറിയാം, ഫ്രം വില്ലേജ്. ദ ഫാർമേഴ്സ് ആർ ഫ്രം വില്ലേജ്. അങ്ങനെ എഴുതാം. അപ്പോൾ പ്രിപ്പോസിഷൻ ഫ്രേസ് ആവും. ഇനി ഇതിൻ്റെ തർജ്ജമ എന്താ? ആ കൃഷിക്കാർ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. അതിൻ്റെ എന്താ? ദ ഫാർമേഴ്സ് ആണ് ആദ്യം, പിന്നെ ആണെന്നുള്ളത് ആറ്, പിന്നെ ഗ്രാമത്തിൽ നിന്നുള്ളവർ. നമുക്കറിയാം നിന്നുള്ളവർ. ആ ഈ അവർ നമ്മുടെ ഇംഗ്ലീഷിൽ പ്രയോഗമില്ല, നിന്നുള്ള എന്ന് അവർ എഴുതിയല്ലോ. അതിൻ്റെ ഇംഗ്ലീഷ് എഴുതുള്ളവർ അല്ലേ? ദ ഫാർമേഴ്സ് ആർ. അതിൻ്റെ ഉള്ള എന്നുള്ളതിനും നിന്ന് എന്നുള്ളതിനും ഗ്രാമത്തിൽ നിന്ന് എന്നുള്ളതിനും ഗ്രാമത്തിൽ നിന്നുള്ള എന്നതിനും ഒരേ അധികം പ്രയോഗമാണ് ഇംഗ്ലീഷിലുള്ളത് അല്ലേ? ഫ്രം വില്ലേജ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തർജ്ജമ എന്തായിരിക്കും? ദ ഫാർമേഴ്സ് ആർ ഫ്രം വില്ലേജ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിൽ വരുന്നത് അഡ്വർബ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വർബായിട്ട് അഡ്ജക്റ്റീവായിട്ട് കണക്കാക്കുന്ന അഡ്വർബിയൽസ് എന്ന് അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ആ അഡ്വർബിയൽസ് എന്ന് എഴുതും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ആവാം? സെന്റൻസിൻ്റെ പ്രയോഗം സബ്ജക്റ്റ് ബി നൗൺ ആൻഡ് ഫ്രേസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം? ഇങ്ങനത്തെ പ്രിപ്പോർഷണൽ ഫ്രേസ്, അതായത് അഡ്ജക്റ്റീവും അഡ്വർബായിട്ട് ഉപയോഗിക്കുന്നവയോ രണ്ടായിട്ട് ഉപയോഗിക്കുന്നവയല്ലോ, അങ്ങനത്തെ അഡ്വർബിയൽസ് വരാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഓർ അഡ്വർബിയൽസ് എന്നും എഴുതാം, പ്രിപ്പോർഷണൽ അഡ്വർബിയൽസ് എന്നും കൂടി എഴുതാം. അതായിരിക്കും ഇതിൻ്റെ പ്രധാന ഘടന. അതാണ് പ്രത്യേക സ്ഥിതിയിൽ. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമുക്ക് ഇതിന് നൗൺ വരാം, അഡ്ജക്റ്റീവ് വരാം, കൂടാതെ പ്രിപ്പോർഷണൽ അഡ്വർബ് ഓർ അഡ്ജക്റ്റീവ് വരാം, പ്രിപ്പോർഷണൽ ഫ്രേസ് വരാം എന്ന് ചുരുക്കി പറയാം. അപ്പം നമുക്ക് ഇങ്ങനെ ചുരുക്കിയിട്ട് അതിൻ്റെ വെക്കാം സബ്ജക്റ്റ് ബി അല്ലെങ്കിൽ ഈക്വലൻ്റ് വെർബ് പ്ലസ് നൗൺ ഓർ നൗൺ ഫ്രേസ് അങ്ങനെ വരാം. അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഓർ അഡ്ജക്റ്റീവ് ഫ്രേസ് വരാം. അല്ലെങ്കിൽ രണ്ടും കൂടി ഉപയോഗിച്ചിട്ട് പ്രിപ്പോർഷണൽ ഫ്രേസ് വരാം എന്ന് നമുക്ക് പഠിക്കാം. ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താം. അങ്ങനെയാണ് അതിൻ്റെ തർജ്ജമ വരിക. നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് ഇത്രയ്ക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കുറേ ഇംഗ്ലീഷ് വായിച്ച് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ക്ലിയർ ആയിക്കോളും. ഇത്ര വലിയ ഒരു ചെറിയ തെറ്റൊക്കെ ഒന്നും വലിയ വിഷയമൊന്നുമില്ല ഇക്കാര്യത്തിൽ. ഓക്കെ, നമുക്കൊരു അല്പം കൂടി പഠിച്ചത് നിർത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 വാചകങ്ങളും തർജ്ജമ ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ തർജ്ജമ ദ ഫാർമേഴ്സ് ആർ ഫ്രം വില്ലേജ്, രണ്ടാമത്തെ തർജ്ജമ അത് തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ വീണ്ടും ആവർത്തിച്ച് എഴുതിയിട്ടില്ല, നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്. അപ്പോൾ പ്രൊപ്പോർഷണൽ ഫ്രേസ് വരാം. അപ്പോൾ എന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഘടനയെക്കുറിച്ച് അറിയുന്നുണ്ടാവും. ഇത് രണ്ടും എല്ലാവരും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നൗണ വയ്ക്കാം, നൗൺ ഫ്രേസ് വയ്ക്കാം, അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫ്രേസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ഫ്രേസ് വയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്.
പിന്നെ നമുക്കൊരു സംശയമല്ല, ഇതിൽ അഡ്വർബുകൾ കൂടാതെ ഇവ കൂടാതെ അഡ്വർബ് വരൂ ചോദ്യം ചിലപ്പം വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വയ്ക്കുക. അഡ്വർബിൻ്റെ ഇപ്പം സ്ഥാനം അവസാനമാണ്. എല്ലാ വാചകത്തിലും നമ്മൾ മുൻ വാചകങ്ങൾ പഠിച്ചത് നമുക്കൊരു ധാരണ കിട്ടിക്കാണും. അത് തന്നെയാണ് ഇത് വരാറുള്ളത്. അവൾ കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് അധ്യാപിക ആയിരുന്നു. അവൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അധ്യാപിക ആയിരുന്നു. ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നമുക്കറിയാം എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അഡ്വർബ്. എപ്പോൾ അവൾ അധ്യാപികയായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ അത് അഡ്വർബ് അല്ലേ? അത് ഏതാണ് അഡ്വർബിൾ പോർഷൻ എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യാം. ഇതാണ് ഈ പോർഷൻ അഡ്വർബ് ആണെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് അവൾ അധ്യാപിക ആയിരുന്നു. പിന്നെ ഇത് പിന്നെ അവളാണ് സബ്ജക്റ്റ്, അവളെ കുറിച്ചാണ് പറയുന്നത്, അതാണ് വിഷയം, അത് സബ്ജക്റ്റ്. പിന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിലെ ബിയുടെ ഫോം, പിന്നെ നൗൺ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്റ്റ് ഒരു ആയിട്ടൊരു നൗൺ, ആയിരുന്നു എന്നുള്ളതിന് ബിയുടെ ഫോമായ വാസ്, അത് കഴിഞ്ഞിട്ട് അധ്യാപിക എന്ന നൗണ്, അത് കഴിഞ്ഞിട്ട് ഒരു അഡ്വർബിയൽ അല്ലേ? അഡ്വർബിൻ്റെ ഫ്രേസ് എല്ലാവരും കൂടി ഒരുമിച്ച് പേര് പറയുന്നതാണ് അഡ്വർബിയൽ എന്നറിയാം. അപ്പോൾ ഒരു അഡ്വർബിയൽ. അപ്പോൾ നമുക്ക് ഇതിന് എന്താണ് മനസ്സിലായത്? ഇതിൻ്റെ നമുക്കറിയാം സബ്ജക്റ്റ് ഓർഡർ സബ്ജക്റ്റ്, വെർബ്, പിന്നെ ഡിസ്ക്രിപ്ഷനായിട്ട് നൗൺ ഉണ്ടെങ്കിൽ നൗൺ, ആൻഡ് ഫ്രേസ് ഉണ്ടെങ്കിൽ ഫ്രേസ്, അത് ലാസ്റ്റ് അഡ്വർബിയൽ. അപ്പോൾ എങ്ങനെയായിരിക്കും ചിലപ്പോൾ അവൾ ആയിരുന്നു അധ്യാപിക കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നതായിരിക്കും ഓർഡർ അല്ലേ? അവൾ, അത് സബ്ജക്റ്റ് തന്നെ ഷീ, പിന്നെ മറ്റു വാസ്, പിന്നെ എന്ത് വയ്ക്കണം? ഡിസ്ക്രിപ്ഷൻ വിശദീകരണം എന്തായിരുന്നു? നൗൺ, അത് അധ്യാപിക, ടീച്ചർ. എപ്പോൾ? ലാസ്റ്റ് സം ഇയേഴ്സ് എഗോ. അപ്പോൾ ഷീ വാസ് ടീച്ചർ സം ഇയേഴ്സ് എഗോ എന്നുള്ളതാണ് തർജ്ജമ. മനസ്സിലായല്ലോ? അതൊന്ന് ഞാൻ ബോർഡിൽ ഒന്നുകൂടി എഴുതി കാണിക്കാം. അപ്പോൾ ഇതിന് മനസ്സിലാക്കാനുള്ളത്, ഇത് കഴിഞ്ഞ് ലാസ്റ്റ് വേണമെങ്കിൽ ചിലപ്പം അഡ്വർബിൽ ഉണ്ടാകാം, കുറച്ച് അപൂർവമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ലാസ്റ്റ് എഴുതുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇവിടെ വന്നിട്ടുള്ള നൗൺ ആണ്. അതുപോലെ ഇതിൽ ഈ ഫോം എന്നുള്ളത് ഈ വാചകത്തിന് ഇതിൻ്റെ ഫോം ഫസ്റ്റാണ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റ് ബി, നൗൺ, അഡ്വർബിയൽ. ഇനി വേണമെങ്കിൽ അഡ്ജക്റ്റീവ് വരാം. മനസ്സിലായോ? ഉദാഹരണമാണെങ്കിൽ അവൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ അവൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭംഗിയുള്ളവളായിരുന്നു, അല്ലെങ്കിൽ ചെറുപ്പമുള്ളവളായിരുന്നു എന്നൊക്കെ പറയാം അല്ലേ? കുറച്ച് കൊല്ലങ്ങൾ ഭംഗിയുള്ളായിരുന്നു വെച്ചാൽ ഷീ വാസ് ബ്യൂട്ടിഫുൾ സം ഇയേഴ്സ് എഗോ, അങ്ങനെയും വയ്ക്കാം. അപ്പോൾ ആ രണ്ട് വാചകങ്ങളും നമുക്ക് ഒന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ നമ്മൾ അതിന് തർജ്ജമയാണ് ഇപ്പോൾ എഴുതി കാണിച്ചത്. ഷീ വാസ് ടീച്ചർ സം ഇയേഴ്സ് എഗോ. രണ്ടാമത്തെ തർജ്ജമ ഷീ വാസ് ബ്യൂട്ടിഫുൾ സം ഇയേഴ്സ് എഗോ. മനസ്സിലായല്ലോ അത്? അപ്പോൾ ഇതിൽ എല്ലാത്തിലും ലാസ്റ്റ് ഒരു അഡ്വർബ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്വർബിയൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഫോർത്ത് ടൈപ്പ് സെൻറ്റൻസിൻ്റെ ജനറൽ ഫോമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം. സബ്ജക്റ്റ്, നൗൺ ഓർ നൗൺ ഫ്രേസ്, വെർബ് ബി അല്ലെങ്കിൽ കറന്റ് വെർബ്, പിന്നെ അടുത്തത് വിവരണമായിട്ട് നൗണോ നൗൺ ഫ്രേസ് ഒരു അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ ഫ്രേസ് വരും. ലാസ്റ്റ് അഡ്വർബ് എല്ലാം ഉണ്ടെങ്കിൽ ലാസ്റ്റ് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ കുറേ എണ്ണം എഴുതി ഇതിങ്ങനെ ശീലിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രക്ചറിൽ എഴുതി പിന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു പിടി കിട്ടും എന്താണ് ഇംഗ്ലീഷ് വാചകങ്ങളുടെ ക്രമം എന്ന്. അത് നമ്മുടെ ബ്രെയിൻ തലച്ചോറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഓട്ടോമാറ്റിക് ഫീഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുമ്പോൾ അറിയാതെ ഇംഗ്ലീഷ് വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറേ പിന്നെ ഇത് മാത്രം പഠിച്ചു, പിന്നെ കുറേയൊക്കെ നമ്മൾ വായിച്ചും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് വരും. അപ്പം അതിനാണ് ഇംഗ്ലീഷ് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇംഗ്ലീഷ് ചിന്തിക്കാനായിട്ട് വേറെ വഴിയില്ല. ഇംഗ്ലീഷിൻ്റെ ഓർഡർ നമ്മുടെ സ്വന്തം മസ്തിഷ്കത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇതുവരെ ഈ സ്ട്രക്ചർ ഇങ്ങനെ വിശകലനം ചെയ്ത് പറഞ്ഞു തന്നത്. അത് പിന്നെ പറഞ്ഞു തന്നാൽ മാത്രമേ കുറേ എണ്ണം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ മസ്തിഷ്കന് അഥവാ ബ്രെയിനിന് ഇത് ഫീഡായി കിട്ടും. അത് ഓട്ടോമാറ്റിക്കായി ഫീഡാകും. ആ പാറ്റേൺ ബ്രെയിൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന അവസ്ഥ വരും. അപ്പോൾ ഈ 4 തരം വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ 4 വാക്യങ്ങൾ വെച്ചുള്ള മാജിക്കാണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് നമുക്ക് തോന്നും ഇപ്പോൾ ഇതിൽ ഒരുപാട് തരം വേറെ വാക്യങ്ങളുണ്ട്. നിഷേധ വാക്യങ്ങൾ, നെഗറ്റീവ് സെൻറ്റൻസ്,
അതൊരു ചെറിയ ട്രിക്ക് വെച്ചാൽ അതല്ല ഏതൊരു വാചകത്തിന് നെഗറ്റീവ് സെന്റൻസ് ആക്കും. ഒരു നോട്ട് എന്ന വാക്ക് ഒരു എന്താ ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ സഹായിക്കരിക്ക് ശേഷം ഹെൽപ്പിംഗ് വെർബിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ എന്തായി എല്ലാ വാക്കും നിഷേധമാക്കി. അപ്പൊ പ്രത്യേക ഒരു ട്രിക്സ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഒരു ട്രിക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഈ കോംപ്ലക്സ് സെന്റൻസോ കോമ്പൗണ്ട് സെന്റൻസോ ഒക്കെ എഴുതണമെങ്കിൽ 3-4 ബേസിക് സെന്റൻസ് ഇപ്പൊ നമ്മളിപ്പോൾ കണ്ട വാചകങ്ങളിൽ പറയാ ഫണ്ടമെന്റൽ സെന്റൻസ് ആവുക സിമ്പിൾ സെന്റൻസ് ആണ് വെച്ചാൽ 2-3 കൂട്ടിന് ഇടയിൽ ഓരോ വാക്കുകൾ ചേർക്കുമ്പോൾ അത് കൂട്ടിച്ചേർന്ന് വല്ല കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസിലായി തീരും. ആ കുറെ ട്രിക്കുള്ളൂ. ഇത് ഉറച്ചാൽ പിന്നെ ഒന്നുമില്ല. അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാകണമെങ്കിൽ അത് സഹായിക്കുന്ന സബ്ജക്റ്റിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യമായി. അതിന് മുമ്പിൽ ചോദ്യവാക്ക് വെച്ച് കഴിഞ്ഞാൽ ചോദ്യവാക്ക് വെച്ചുള്ള ഈ ക്വസ്റ്റ്യൻ ഇതായി. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിൽ നമുക്ക് അനേകം സംസാരിക്കാൻ ഒന്നും അല്ലാതായി തീരും. അപ്പോൾ നമ്മൾ ഈ കുറേ എക്സസൈസൊക്കെ തരാം. എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉറക്കും. അത് നിങ്ങൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ചതുകൊണ്ട് കാര്യമില്ലേ. ഇപ്പോൾ നീന്തൽ പഠിക്കുന്ന പോലെ തന്നെ നീന്തൽ നിങ്ങൾ വായിച്ച് പഠിച്ചത് യാതൊരു കാര്യം, എല്ലാ കാര്യം മനസ്സിൽ ചാടിക്കഴിഞ്ഞ് എത്തുപോകുമെന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് അങ്ങനെയാണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ബ്രെയിനെ അത് ശീലിപ്പിച്ച് ആ ഓർഡർ മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ ഇംഗ്ലീഷ് സ്വയം നിങ്ങൾ എഴുതിക്കൊള്ളും. പിന്നെ ചിന്തിക്കുന്നൊന്നും വേണ്ട. അപ്പം അങ്ങനെ എല്ലാം നിങ്ങൾ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായാൽ നിശ്ചിത സമയത്തിന് ഈ അതായത് ഓരോ മണിക്കൂർ വെച്ച് 60 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾ കൈപ്പിടിയിലാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ഭാഗങ്ങളാണ് എടുക്കാറുള്ളൂ. ഇനി ഇനി അധികം എക്സ്പ്ലനേഷൻ വേണ്ട, കുറേ ട്രിക്സ് പറഞ്ഞെടുക്കുക വേണ്ടു. അതുകൊണ്ട് നമുക്ക് അധികം ക്ലാസ്സിലില്ലാത്തതിനെ അവസാനിപ്പിക്കാൻ കരുതുന്നത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.